ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരുടെയും നോമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞില്ലേ? അപ്പോൾ ഇത് എൻ്റെ നോമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് പെരുന്നാളിനുള്ളൊരു ചെറിയൊരു ഔട്ടിംഗ് വ്ളോഗാണ് കേട്ടോ നമ്മളിടുന്നതെന്ന്. അപ്പോൾ ഇത് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിത് കർമ്മയിലോട്ട് പോകാനുണ്ടോ പൊന്നാനീത്ത്. അപ്പോൾ നമ്മൾ കുറ്റിപ്പുറം പാലത്തുമ്മ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആവണതിന് മുന്നേ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോമ്പും പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കയറി ചെന്ന് തന്നെ ബോട്ടിലോട്ടാണ് കേട്ടോ. നമ്മൾ ബോട്ടിൽ കയറി ഒരാൾക്ക് 100 രൂപ വെച്ചിട്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊന്നും ഫീസ് ഇല്ലായിരുന്നു. ഞാനും ഹസ്ബൻഡും ഇതേ ബോട്ടിൽ കയറി. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഒരു ബോട്ടിങ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഒരു അരമണിക്കൂറോളം നമ്മളിങ്ങനെ ബോട്ടിൽ അവർ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പൊന്നാനി മുതൽ അഴിമുഖം വരെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതേ നമ്മൾ നടുക്കടലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് ബോട്ടും കാര്യങ്ങളൊക്കെ ഇതുപോലെ പോകുന്നുണ്ട്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്. പിന്നെ ഇത് ഹസ്ബൻഡും മോനൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. മോനൂസിനും ഒരുപാട് ഇഷ്ടമായി കേട്ടോ. പിന്നെ അവിടെ ഇങ്ങനെ ഒരുപാട് ഇതുപോലെ തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്ന കുറേ ബോട്ടുകൾ പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവസാനം ഇതേ ഒരു സൺസെറ്റ് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സൂര്യൻ ഇതേ അസ്തമിക്കാറായിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകുന്നതിനനുസരിച്ച് അത് അസ്തമിച്ചുകൊണ്ടേയിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ബോട്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതേ ഓൾമോസ്റ്റ് തീരാറായി, കരയോട് അടുക്കാറായിട്ട്. ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ താഴെ ഭാഗത്തേക്ക് ഇറങ്ങി കൊടുത്തിട്ടോ, ബാക്കിയുള്ളവർക്ക് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതേ കുറച്ച് നേരം അവിടെ നിന്ന് നല്ല വൈബാക്കി. പിന്നെ ഇതേ ബോട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങൾ ഓരോ ചോക്കോബാർ വീതം കഴിച്ചിട്ടോ. എന്നിട്ട് നമ്മളവിടെ എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ കർമ്മയിൽ. നമ്മൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതേ അവിടേക്ക് കയറി. ഫ്ലവറിൻ്റെ എക്സ്പോ ആയിരുന്നു. ഒരാൾക്ക് 100 രൂപ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പം ദേ ഫ്രണ്ടിൽ കയറുന്ന ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഓരോ കളികളുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കുറേ നേരം അതിങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. പല ആകൃതിയിലും ഡിസൈനിലൊക്കെ ആ വെള്ളം ഇങ്ങനെ ആവുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിത് എക്സ്പോ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടോ. ഫ്രണ്ട് അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടിക്കറ്റ് കയറിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ. ഉള്ളിൽ ഇതുപോലെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയിൽ അവർ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ഇതൊന്നും വാടിപ്പോകാത്തത് എന്തേന്നാണ് കേട്ടോ ഞാൻ ആലോചിച്ചേ. എന്തായാലും ഓരോ ഭംഗിയിലും ഇതുപോലെ ലവ് ഷേപ്പിലും പിന്നെ ഇത് ഓരോരോ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലെ ഇങ്ങനെ കോണ രൂപത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇത് ഒരു തോണി രൂപത്തിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് വേറൊരു കുട്ടികളെടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ പോയത് കിളീൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ. കുറേ പക്ഷികളും പ്രാവുകളും ലവ് ബേർഡ്സും അതുപോലെ കോഴികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. സത്യം പറഞ്ഞാൽ ഈറ്റിങ്ങളെ കണ്ടാൽ പാവം തോന്നിയിട്ട്, അവരിങ്ങനെ അടച്ചിട്ടിരിക്കുന്ന കണ്ടപ്പോൾ പാവം തോന്നിയിട്ട്. പിന്നെ ഒരുമാതിരി വിങ്ങലും ഒരുമാതിരി സ്മെല്ലും ആയിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഇത് അതിനൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോവുകയാണ്. കുറേ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വയ്യാതെ കിടക്കുന്ന പോലെ തോന്നിയിട്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇത് ഇയാളായിരുന്നു കേട്ടോ അവിടുത്തെ മെയിൻ ആൾ. ഇയാളടുത്ത് ഒരു വലിയ പഞ്ചവർണ്ണ തത്ത ഉണ്ടായിരുന്നു. പിന്നെ സൂക്ഷിച്ച് നോക്കിയാൽ കാലിലൊരു പാമ്പിനെയും കാണാം കേട്ടോ. അങ്ങനെ അയാളാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ആൾക്കാരിങ്ങനെ വളഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. കുട്ടികൾക്കൊക്കെ പാമ്പിനെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഒരു വലിയ ഓന്തും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇവരായിരുന്നു മെയിൻ അതിൽ കാണാനുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ കുറേ ചെടികൾ വിൽക്കുന്നവരും പിന്നെ ഒരുപാട് ഇങ്ങനെ ഓരോ വിത്തുകൾ വിൽക്കുന്നവരും പിന്നെ കളർ പെൻസിൽ, ബുക്സ്, പിന്നെ ഇതുപോലെയുള്ള ചിപ്സ്, പിന്നെ അത്തറുകൾ, പിന്നെ ഡ്രസ്സുകൾ, പിന്നെ ഒരുപാട് ഇങ്ങനെ ഫാൻസി ഐറ്റംസൊക്കെ കമ്മല, വള, മാല അങ്ങനത്തെയൊക്കെ വിൽക്കുന്നവരും പിന്നെ നമ്മൾ പണ്ടത്തെ കാലത്തെ മിഠായും ചോക്ലേറ്റ്സൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വിൽക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടിരുന്ന് ഇങ്ങനെ നടന്നുകൊണ്ട് പോകാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലെ ഇങ്ങനെ കുറേ ലേസ് ഐറ്റംസുകളൊക്കെ വിൽക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ ഇത് ചെടിച്ചട്ടികൾ കേട്ടോ. അത് കഴിഞ്ഞ് നേരെ പോകുന്നത് ഫുഡ് ഐറ്റംസ് ഉള്ള ഏരിയയിലാണ് കേട്ടോ. അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. കുറേ ആൾക്കാർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്
നമ്മളൊരു സ്പ്രിങ് പൊട്ടാറ്റോ ആണ് കേട്ടോ ഫസ്റ്റ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ചൂടോടെ നല്ല ക്രിസ്പിയും കൂടിയായിരുന്നു കേട്ടോ. അങ്ങനെ അത് കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കഴിച്ചതിന് ശേഷം അവിടെ ഗാനമേളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ചെറിയ കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. അതും ഇങ്ങനെ എൻജോയ് ചെയ്തു. പിന്നെ അത് കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നമ്മളൊരു ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു 6 ബോളിന് 40 രൂപ വെച്ചിട്ട് നമ്മളിതിലേക്ക് ഉരുട്ടി ഇട്ട് കൊടുത്താൽ അത് കൂട്ടി കിട്ടുന്ന നമ്പർ നമ്മൾ കൂട്ടിയാൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടും കേട്ടോ. ആ നമ്പറിനനുസരിച്ചിട്ട് ഇപ്പം ഹസ്ബൻഡാണ് കേട്ടോ ഇത് കളിച്ചിട്ടുണ്ടായിരുന്നത്. മൂപ്പരാൾ നല്ല ശ്രദ്ധയോടെ നല്ലപോലെ കളിച്ചു. ഓരോ നമ്പറിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടോ. നല്ല രസമുണ്ടായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട്. 40 രൂപയ്ക്ക് 6 ബോളാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഇത് ഓരോ ബോൾ ഇങ്ങനെ ഉരുട്ടിയിട്ട് നമുക്ക് ലാസ്റ്റ് കിട്ടിയത് 19 ആണ് കേട്ടോ നമ്പർ. അങ്ങനെ ഇതേ 19 കൂട്ടി അയാൾ നമുക്ക് ഗിഫ്റ്റ് കൊണ്ടു തന്നത് കണ്ടപ്പോൾ ഞങ്ങൾ ഒരുപാട് ചിരിച്ചിട്ടോ. കാരണം ഇത്രയും കളിച്ചിട്ട് കിട്ടി ഗിഫ്റ്റ് ഇതുപോലെ അടിച്ച് വാരുന്ന ഒരു സാധനമായിരുന്നു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് അത് അതുപോലെ ഐശ്വര്യമാക്കിയിട്ട് ഉപയോഗിച്ചിട്ടോ. പിന്നെ കുട്ടികൾക്ക് കയറാൻ പറ്റിയ കുറേ സാധനങ്ങളുണ്ടായിരുന്നു, വലിയവർക്ക് കയറാൻ പറ്റിയ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് തോണിയിൽ കയറിയിട്ടോ. ഐ റിയലി എൻജോയ് ദിസ്. അങ്ങനെ ഇത് ഞാൻ തോണിയിലോട്ട് കയറി പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്ത് മോനൂസിന് കയറണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിത് ഇതുപോലുള്ള ട്രെയിനിലാണ് കേട്ടോ കയറിയത്. ഞാനും ഹസ്ബൻഡും മോനൂസും കൂടി ഇതിൽ കയറിയിട്ടോ. നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇതിൽ കയറാൻ വേണ്ടിയിട്ട്. എല്ലാത്തിനും തൊട്ടതിനും പിടിച്ചതിനൊക്കെ 100 രൂപ ഉണ്ടോ. 100 രൂപയിൽ കുറഞ്ഞൊരു പരിപാടി അവിടെ ഇല്ല. അത് കഴിഞ്ഞ് ഞങ്ങളിത് മെക്സിക്കൻ ഷവർമയും ചിക്കു ജ്യൂസും കുടിച്ചിട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ പോയത് പൊന്നാനി കടപ്പുറത്തേക്കാണ്. അവിടുന്ന് ഇത് ഒരു സ്വീറ്റ് കോണും കഴിച്ചു. അവിടുന്ന് ഇത് യന്ത്രഞ്ഞാലയിലൊക്കെ കുറേ കണ്ട് ഓരോ പാനിപൂരിയൊക്കെ കഴിച്ച് കുട്ടികൾ ഉണ്ടാക്കുന്ന പാനിപൂരിയാണ് നല്ല വൃത്തിയും എടുപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് വീട്ടിലോട്ട് ഇങ്ങനെ മടങ്ങിയത് കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ.